കണ്ണൂരിൽ ദമ്പതികളെ കത്തിക്കരിഞ്ഞ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. മൃതദേഹത്തിന് സമീപത്ത് നിന്നും ചുറ്റികയും ബോട്ടിലും കണ്ടെത്തിയിരുന്നുവെന്ന് മരിച്ച പ്രേംരാജിന്റെ ഡ്രൈവർ സരോഷ് പറയുന്നു. ദമ്പതികളുടെ മകനെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരാനായി വീട്ടിൽ എത്തിയതായിരുന്നു. പ്രേംരാജിന്റെ മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും സരോഷ് പറയുന്നു. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകൾ ശ്രീലേഖയും ഭർത്താവ് പ്രേമരാജനെയുമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡ്രൈവർ വീട്ടിൽ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. ദമ്പതികളുടെ മകനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വാഹനമെടുക്കാൻ എത്തിയതായിരുന്നു ഡ്രൈവർ. വാതിൽ തുറക്കാത്തതിനാൽ അയൽവാസികളെയും വിളിച്ച് വാതിൽ തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. 2 നില വീട്ടിലെ താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം. സമീപം ചുറ്റിക കണ്ടെത്തി. ശ്രീലേഖയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഡ്രൈവറും അയൽവാസികളും പറയുന്നത്. 2 മക്കളും വിദേശത്താണ്. മക്കൾ അടുത്തില്ലാത്തതിന്റെ പ്രയാസം ഇരുവർക്കും ഉണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നു. ആ പ്രയാസം മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കുറിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. മികച്ച വിദ്യാഭ്യാസം, ഉറച്ച തൊഴിൽ. എംപയർ, ജീവിത വിജയത്തിന്റെ എംപയർ. Empire College of Science, Mundal, Kuttipuram, Malappuram.